റിയോ ഡി ജനീറോയിൽ നടന്ന 17ാമത് വാർഷിക ബ്രിക്സ് ഉച്ചകോടിയുടെ പ്ലീനറി സെഷനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീഡിയോ ലിങ്ക് വഴി നടത്തിയ പ്രസ്താവനകൾ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി ഒരുക്കിയിരിക്കുകയാണ്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ബ്രിക്സ് ഇതിനകം മറികടന്നുവെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇത് ആഗോള ശക്തി സന്തുലിതാവസ്ഥയിലെ ഒരു സുപ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സിന്റെ വർദ്ധിച്ചു വരുന്ന ശക്തി, പുടിന്റെ വാക്കുകളിലൂടെ പുടിന്റെ പ്രസ്താവനകൾ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മ ശക്തിയെയും ആഗോള സാമ്പത്തിക രംഗത്തെ അവരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും അടിവരയിടുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ബ്രിക്സ് രാജ്യങ്ങൾ ഭൂമിയുടെ 1/3 ഭൂപ്രദേശവും ഗ്രഹത്തിന്റെ പകുതിയോളം ജനസംഖ്യയും മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 40% പ്രതിനിധീകരിക്കുന്നു. ഈ കണക്കുകൾ ബ്രിക്സിന്റെ ഭൗതികവും മാനുഷികവുമായ വിഭവശേഷിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. 2025 അന്താരാഷ്ട്ര നാണയ വിധി ഉദ്ധരിച്ച് പുടിൻ പറഞ്ഞത്, വാങ്ങൽ ശേഷി തുല്യത അനുസരിച്ച് ബ്രിക്സിന്റെ സംയോജിത GDP ഇതിനകം $77 ട്രില്യൺ കവിഞ്ഞുവെന്നാണ്. ഇത് G7 രാജ്യങ്ങളുടെ $57 ട്രില്യൺ വളരെ കൂടുതലാണ്. ഈ സംഖ്യകൾ പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആഗോള സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രം കിഴക്കൻ രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലേക്കും മാറുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. GDP കണക്കാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് PPP. വിവിധ രാജ്യങ്ങളിലെ കറൻസികളുടെ യഥാർത്ഥ വാങ്ങൽ ശേഷി കണക്കിലെടുത്തുകൊണ്ട് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ വലിപ്പം താരതമ്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. കേവലം വിനിമയ നിരക്ക് മാത്രം നോക്കി GDP കണക്കാക്കുന്നതിനേക്കാൾ കൃത്യമായ ചിത്രം PPP നൽകുന്നു. അതുകൊണ്ടാണ് പുടിൻ PPP അടിസ്ഥാനമാക്കിയുള്ള GDP കണക്കുകൾക്ക് ഊന്നൽ നൽകിയത്. ഇത് ബ്രിക്സ് രാജ്യങ്ങളിലെ ഉൽപാദനക്ഷമതയും ഉപഭോഗശേഷിയും വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ സൂചനയാണ്. ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ് മറ്റൊരു കാര്യം. ദേശീയ കറൻസികളുടെ ഉപയോഗം പുടിന്റെ പ്രസംഗത്തിലെ മറ്റൊരു പ്രധാന വിഷയമായിരുന്നു. അന്തർ ബ്ലോക്ക് വ്യാപാരത്തിൽ ദേശീയ കറൻസിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശവും ഉണ്ടായി. ബ്രിക്സ് അംഗരാജ്യങ്ങൾ തങ്ങളുടെ പരസ്പര വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനെ കൂടുതലായി ആശ്രയിക്കാതെ ദേശീയ കറൻസികളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് അമേരിക്കൻ ഡോളറിന്റെ ദീർഘകാല ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ബ്രിക്സിന്റെ നിലപാടിന് ശക്തി പകരുന്നു. വർഷങ്ങളായി ആഗോള വ്യാപാരത്തിലും സാമ്പത്തിക ഇടപാടുകളിലും അമേരിക്കൻ ഡോളറിനാണ് അമിതമായ സ്വാധീനം. ഇത് അമേരിക്കയ്ക്ക് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മേൽക്കൈ നൽകുന്നു. എന്നാൽ ഡോളറിന്റെ ആധിപത്യം പലപ്പോഴും ചില രാജ്യങ്ങൾക്ക് സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തും. കൂടാതെ അമേരിക്കൻ സാമ്പത്തിക നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് അവരെ വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറൈസേഷൻ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ കറൻസികളിൽ വ്യാപാരം നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ സ്വാധീനം കുറയ്ക്കുകയും ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് സാമ്പത്തിക അധികാരം വികേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നതിലേക്ക് നയിക്കും. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡോളറിന്റെ ആധിപത്യം ഇല്ലാതാക്കേണ്ടതിന്റെ പ്രാധാന്യം റഷ്യയ്ക്ക് കൂടുതൽ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബ്രിക്സ് പ്ലാറ്റ്ഫോമിൽ റഷ്യ വലിയ പ്രാധാന്യം നൽകുന്നു. ആഗോള ഭരണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ബ്രിക്സ് അർഹതയോടെ തന്നെ സ്ഥാനം നേടിയിട്ടുണ്ട്. അതിന്റെ ആഗോള നിലയും സ്വാധീനവും വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. ഈ ഗ്രൂപ്പ് ആഗോള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാന താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. ഇത് ബ്രിക്സ് കേവലം ഒരു സാമ്പത്തിക കൂട്ടായ്മ എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും നിർണായക പങ്ക് വഹിക്കാൻ കഴിവുള്ള ഒരു ശക്തിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഐക്യരാഷ്ട്രസഭ, ലോക വ്യാപാര സംഘടന, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി തുടങ്ങിയ ആഗോള ഭരണ സ്ഥാപനങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇത് പലപ്പോഴും വികസന രാജ്യങ്ങളുടെ താൽപര്യങ്ങളെ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകാൻ ഇടയാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബ്രിക്സ് ആഗോള ഭൂരിപക്ഷത്തിന്റെ ശബ്ദമായി ഉയർന്നു വന്നത്. വികസ്വര രാജ്യങ്ങളുടെ ആശങ്കകൾ, ആവശ്യങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയെ ആഗോള വേദിയിൽ അവതരിപ്പിക്കാനും നിലവിലുള്ള ആഗോള ഭരണ സംവിധാനങ്ങളിൽ കൂടുതൽ തുല്യതയും പ്രാതിനിധ്യവും ഉറപ്പാക്കാനും ബ്രിക്സ് ശ്രമിക്കുന്നു. ബ്രിക്സിന്റെ മുഖമുദ്രയായ പരസ്പര ബഹുമാനം പുടിൻ പ്രത്യേകം പ്രശംസിച്ചു. വ്യത്യസ്ത സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാനും വികസ്വര രാജ്യങ്ങൾക്ക് ഈ കൂട്ടായ്മയെ ആകർഷകമാക്കാനും ഇത് സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിലുള്ള വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. G7 പോലുള്ള പാശ്ചാത്യ ബ്ലോക്കുകളിൽ സാധാരണയായി ഏകീകൃതമായ രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാഴ്ചപ്പാടുകൾക്ക് ഊന്നൽ നൽകുമ്പോൾ ബ്രിക്സ് അതിന്റെ വൈവിധ്യത്തിലാണ് ശക്തി കണ്ടെത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളായ ചൈനയും റഷ്യയും വികസ്വര രാജ്യങ്ങളായ ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെടുന്ന കൂട്ടായ്മ പരസ്പരം ബഹുമാനിച്ചും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇത് മറ്റ് നിരവധി വികസ്വര രാജ്യങ്ങളെയും ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിക്കുന്നുണ്ട്.
പുതിയ അംഗങ്ങളെ ഉൾക്കൊള്ളാനുള്ള ബ്രിക്സിന്റെ താല്പര്യം ഇതിനുദാഹരണമാണ്. ഗോൾഡൻ ബില്യൺ എന്ന് വിളിക്കപ്പെടുന്നവരുടെ താല്പര്യങ്ങൾക്കായി മാത്രം നിലനിന്നിരുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഏകധ്രുവ സംവിധാനം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു ബഹുധ്രുവ ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വഴിമാറുകയാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഗോൾഡൻ ബില്യൺ എന്നത് സാധാരണയായി സമ്പത്തും വികസിതരുമായ രാജ്യങ്ങളിലെ 1 ബില്യൺ ജനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ചരിത്രപരമായി ഈ രാജ്യങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ വളർച്ചയോടെ ഈ ഏകധ്രുവ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകശക്തിയുടെ കേന്ദ്രം കൂടുതൽ വികേന്ദ്രീകരിക്കപ്പെടുകയും ഒന്നിലധികം ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്ന ബഹുധ്രുവ ലോകക്രമമാണ് ബ്രിക്സ് ലക്ഷ്യമിടുന്നത്. ഈ ബഹുധ്രുവ ലോകക്രമത്തിൽ വിവിധ രാജ്യങ്ങൾക്കും ബ്ലോക്കുകൾക്കും ആഗോള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തുല്യമായ ശബ്ദമുണ്ടാകും. ഇത് കൂടുതൽ ന്യായവും സമഗ്രവുമായ ആഗോള ഭരണത്തിന് വഴിയൊരുക്കുമെന്നാണ് ബ്രിക്സ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒരു പുതിയ ലോകക്രമം രൂപം കൊള്ളുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിലൊന്നാണ് പുടിന്റെ ഈ പ്രസ്താവനകൾ.